ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേട്ടൻ ഇപ്പോൾ വെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. കാര്യം എന്താ വെച്ചാൽ മഴക്കാലമാണ്, ഒരുപാട് ജോലികളുണ്ട്. ജോലികളെല്ലാം വെള്ളത്തിൽ നിന്ന് തിരുമ്മാനുള്ളൊരു പണി. പൊതുവേ എനിക്ക് വലിയ മീൻ വെട്ടാനൊന്നും ഇഷ്ടമില്ല എന്നല്ല, ഇവിടെ എനിക്ക് ഇഷ്ടമില്ല. എൻ്റെ വീട്ടിൽ പോയാൽ അച്ഛൻ ഫ്രഷ് മീൻ കൊണ്ടും, ഇത് കടലിലെ മീനല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു അങ്ങനത്തെ ഒരു സ്വഭാവം ഞാൻ കാണിക്കാറുണ്ട്. അത് വേറെ വിഷയം. അല്ലെങ്കിൽ ഏട്ടനെ കൊണ്ട് തന്നെ ഞാൻ വെട്ടിപ്പിക്കാറുണ്ട്. കാര്യം നമ്മളൊരു കുടുംബമായിട്ട് കഴിയുമ്പോൾ ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അതുകൊണ്ട് ഞാനതൊക്കെ ചെയ്യിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഈ മീൻകറി വെച്ച് പകുതി ആയപ്പോഴും എനിക്ക് ഓർമ്മ വന്നു, എണ്ണയൊക്കെ താളിച്ച് എല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴേ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നു. കാര്യം ഞാൻ ഈ അടുത്തൊരു വർക്കിന് പോയതിൻ്റെ കാര്യമെല്ലാം വെച്ച് ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. കാര്യം അവർ ഔട്ട് ഇറങ്ങി. അപ്പോൾ അതിനകത്ത് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഞാൻ കുറച്ച് പഠിക്കുന്ന കുട്ടികളെയും കൂട്ടിയിട്ട് അവർ വർക്കിനെ വിളിച്ചപ്പോൾ പോയി. പക്ഷേ അതിനകത്ത് ഔട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ ആരുടെയും പേരില്ല. അവർ വേറെ ഏതൊരു മേക്കപ്പ് സ്റ്റുഡിയോൻ്റെ പേര് അവർ കൊളാബ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതെനിക്ക് ഭയങ്കര ദേഷ്യം വന്നുകൊണ്ട് ഞാൻ പിന്നെ അവരെ വിളിച്ച് ചോദിച്ചു. വഴക്ക് കൂടാനൊന്നും എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ യൂട്യൂബിൽ നിന്ന് എടുത്തോളൂ. അപ്പം ഞാൻ അങ്ങനെ ഒരു കേസ് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടു. പക്ഷേ എന്നിട്ടും എനിക്ക് റിഗ്രറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന വർക്കിന് വേറൊരാളുടെ പേരും കൊണ്ട് അത് ആ ലേബലിൽ അവർ ഇട്ട് കൊടുത്തപ്പോൾ എനിക്കുണ്ടായ ഒരു വിഷമം. കാര്യം പൊതുവേ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഏറ്റവും പേയ്മെൻറ്റ് കുറഞ്ഞാണ് എടുക്കുന്നത്. കാര്യം ഇപ്പോൾ വീട്ടിലൊരാൾ എന്നുള്ള രീതിയിലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. പണ്ടൊക്കെ നാട്ടിലൊരാളായിരുന്നു, ഇപ്പോൾ വീട്ടിലൊരാളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുണ്ടായിരിക്കുക. ആ ഒരു കാരണം നമ്മൾ ഭയങ്കര, ഞാനൊക്കെ ഒന്നും അതായത് പേയ്മെൻറ്റ് വാങ്ങാതെ വർക്ക് തുടങ്ങിയ ആളാണ്. പിന്നെ ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത വർക്കുകളും ഉണ്ട്.